ഇന്ന് കേരളം ഉണരുന്നത് തന്നെ ഒരു വലിയ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. ദേശീയ തലത്തിൽ പോലും അത് വലിയ തലക്കെട്ടായി മാറുന്നു. വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടൽ, ഈ മരണപ്പെട്ടവരുടെ എണ്ണം ഓരോ നിമിഷവും വർദ്ധിക്കുന്ന ഒരു വാർത്ത, ഒരു ഗ്രാമം തന്നെ ഒറ്റപ്പെട്ടു പോയ വാർത്ത. ഇവിടേക്ക് ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സൈന്യത്തിൻ്റെ ഒരു നിർണായക നീക്കമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇനി ആക്കം കൂട്ടാൻ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അട്ടമല പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു പാലമുണ്ട്, ചൂരൽമല പാലം എന്ന് പറയും. ഈ പാലം തകർന്നിരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അവിടെ അനവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് സൈന്യം എത്തി താൽക്കാലിക പാലം പണിത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഈ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. വ്യോമസേനയുടെ 2 ഹെലികോപ്റ്റർ സുളൂരിൽ നിന്ന് പുറപ്പെടും എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നു. ഏതായാലും ദുരന്ത സേനയും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉണ്ട്. പക്ഷേ ഈ പാലം പൂർണ്ണമായാൽ മാത്രമാണ് ഈ അട്ടമല പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അവിടെ ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായി വാർത്തകളുണ്ട്. ഇതിൽ വിദേശി ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നും വാർത്തയുണ്ട്. ഏതായാലും സൈന്യം എത്തിയിട്ടുണ്ട്. ഇനി നടക്കേണ്ടത് ആ നിർണായക നീക്കമാണ്. ഇതിനൊരു താൽക്കാലിക പാലം, സൈന്യം അങ്ങനെയാണ് അടിയന്തര ഘട്ടങ്ങളിൽ താൽക്കാലിക പാലം പണിയുകയും അതുവഴി ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ സൈന്യത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ജനം. ഏതായാലും 2 യൂണിറ്റ് സൈന്യമാണ് അവിടെ എത്തുന്നത് എന്നുള്ളൊരു വാർത്തയും കേട്ടു. ഏതായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. വലിയ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ, രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.